ഈസ്റ്റർ, റംസാൻ, വിഷു ചന്തകൾ തുടങ്ങാനിരിക്കെ സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാണ്. സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്ന 13 ഭക്ഷ്യസാധനങ്ങളിൽ 2-3 ഇനങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ഏപ്രിൽ 1 മുതൽ സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി GR അനിൽ പറയുന്നു. സബ്സിഡി സാധനങ്ങളുടെ നിരക്ക് കൂട്ടിയിട്ടും സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാലി. സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്ന 13 ഭക്ഷ്യവസ്തുക്കളിൽ ഭൂരിഭാഗവും ലഭ്യമല്ല. 1-2 സബ്സിഡി സാധനങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ഈസ്റ്റർ, റംസാൻ, വിഷു ചന്തകൾ തുടങ്ങാനിരിക്കെയും സപ്ലൈകോയിലെ പ്രതിസന്ധി തുടരുന്നു. എറണാകുളം ഗാന്ധിനഗറിലെ സപ്ലൈകോ ആസ്ഥാനത്തെ ഹൈപ്പർ മാർക്കറ്റിൽ പോലും സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇന്ന് രാവിലെ സബ്സിഡിയിൽ ലഭ്യമായത് ചെറുപയർ മാത്രം. കോഴിക്കോട്ടെ ഔട്ട്ലെറ്റുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. സബ്സിഡിയുള്ള 4 ഇനങ്ങൾ മാത്രമാണ് നിലവിൽ അവശേഷിക്കുന്നത്. ചെറുപയർ, ഉഴുന്ന്, കടല, വെളിച്ചെണ്ണ എന്നിവ മാത്രം. ബാക്കി ഇനങ്ങൾ നാളെ എത്തുമെന്ന് അറിയിപ്പ് ലഭിച്ചതായി മാനേജർമാർ പറയുന്നു. കണ്ണൂരിലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും റാക്കുകൾ കാലി. സബ്സിഡി സാധനങ്ങൾ ഒന്നുപോലും ലഭ്യമല്ല. പത്തനംതിട്ടയിലെ ചില ഔട്ട്ലെറ്റുകളിൽ മാത്രമാണ് സബ്സിഡിയുള്ള 6ലേറെ സാധനങ്ങൾ ലഭ്യമായത്. 1-ാം തീയതി മുതൽ സപ്ലൈകോയിൽ ആവശ്യമായ സാധനങ്ങൾ മുഴുവൻ ലഭ്യമാക്കുമെന്നാണ് മന്ത്രി GR അനിലിന്റെ വാഗ്ദാനം. 1-ാം തീയതിയോടുകൂടി എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാ കടകളിലും വരാവുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട് കാര്യങ്ങൾ. 5 ഉൽപ്പന്നങ്ങൾ വന്നു. 9 ഉൽപ്പന്നങ്ങൾക്ക് ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. 29 മുതൽ കഴിഞ്ഞാൽ 9 ഉൽപ്പന്നങ്ങൾ കടകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സബ്സിഡിയുള്ള പ്രധാന ഇനങ്ങളായ പഞ്ചസാര, അരി, മുളക്, മല്ലി, വൻപയർ എന്നിവ സംസ്ഥാനത്തെ ഭൂരിഭാഗം ഔട്ട്ലെറ്റുകളിലും ലഭ്യമല്ല. സബ്സിഡി വസ്തുക്കളെ ആശ്രയിക്കുന്ന നിരവധി പേരാണ് ഔട്ട്ലെറ്റിലെത്തി സാധനങ്ങൾ കിട്ടാതെ മടങ്ങുന്നത്. കഴിഞ്ഞ ക്രിസ്മസ് കാലത്തും സമാനമായ ഭക്ഷ്യക്ഷാമം സപ്ലൈകോയിൽ അനുഭവപ്പെട്ടിരുന്നു. ഉത്സവകാലങ്ങളിൽ ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുമെന്ന മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായി മാറുന്ന കാഴ്ച. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, കൊച്ചി.